നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ ഒരുപാട് ലൈവ് ചാറ്റിൽ നമ്മൾ ഇന്ത്യയിലെയും മലയാളത്തിലെയും ബോളിവുഡിലെയും എല്ലാം കുറെ ആക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ട് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യിപ്പിക്കാനാണ് നോക്കിയിരുന്നത്. അപ്പോൾ ഇന്നൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് എൻ്റെ കൂടെ ഒരു സിംഗറാണ്. അപ്പോൾ സിംഗർ എന്ന് പറഞ്ഞാലും ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ കൊണ്ടുവരിക. അപ്പോൾ അതേപോലെ തന്നെ ഒരു ലേൺ ഫ്രം ദി ബെസ്റ്റ് എന്നല്ലേ പറയാറ്. അപ്പോൾ ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് തന്നെയാണ് ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇവരെല്ലാവരും ഇവരുടെ കഴിവ് കാരണം, അവരുടെ കഠിനാധ്വാനം കാരണം മുന്നിൽ ഇവരിപ്പോൾ നിൽക്കുന്ന പൊസിഷനിൽ എത്തിയ ആൾക്കാരാണ്. അപ്പോൾ ഇവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിന് പഠിക്കാനും മോട്ടിവേഷണൽ ആയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞു നീട്ടുന്നില്ല. ലെറ്റ് മീ ജസ്റ്റ് വെൽക്കം ഹിം, മിസ്റ്റർ വിജയ് യേശുദാസ്. നമസ്കാരം. നമസ്കാരം. ഹായ്. ഹായ്. അപ്പോ ഒരു 5-6 മാസം ചെന്നൈയിലെ ലോക്ക്ഡൌൺ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങാം. നമുക്ക് എന്തൊക്കെയായിരുന്നു പരിപാടികൾ? ചെന്നൈയിലെ ലോക്ക്ഡൗൺ ഇങ്ങനെ തന്നെ വീട്ടിലിരിക്കുക, എന്താ പറയാ, സാധനങ്ങൾ മേടിക്കാൻ പോവുക. ഐ തിങ്ക് ഇനീഷ്യൽ സ്റ്റേജിൽ കുറച്ച് നമുക്കൊരു എന്തായി സംഭവം എന്ന് അറിയാണ്ട് ഒരു ഫിയർ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ പതുക്കെ അതിന്റെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി എന്തായാലും മാസ്കും ഗ്ലൗസും സാനിറ്റൈസേഷനും അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഓൾറെഡി ഒരു സംഭവം ഉള്ളത്. ഫെബ്രുവരി 9th ഏഷ്യാനെറ്റ് അവാർഡ്സ്, ഫെബ്രുവരി 6th ഏഷ്യാനെറ്റ് അവാർഡ്സ് നടന്നത്. ആൻഡ് അതിന്റെ റെഡ് കാർപ്പറ്റില് ഐ വാസ് വാക്കിംഗ് ആൻഡ് ഐ വാസ് ഇങ്ങനെ ഇതിനെപ്പറ്റിയൊക്കെ എന്തോ ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ അപ്പൊ തന്നെ പറഞ്ഞോണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഇപ്പൊ ഈ കാലത്ത് കൊറോണ ഇങ്ങനെ വരുന്നുണ്ട്, അത് നമ്മൾ സൂക്ഷിച്ചിരിക്കണം, നമ്മൾ ജസ്റ്റ് ഹാൻഡ് സാനിറ്റൈസ് ചെയ്ത് വളരെ ഹൈജീനിക് ആയിട്ടിരുന്നാൽ മതി എന്നൊക്കെ ഞാൻ പറയുന്നത്. ഞാനപ്പോ ഇത് ലോക്ക്ഡൌണിനൊക്കെ മുമ്പാണ്, അപ്പൊ ഞാൻ ഇതിനെ പറ്റി മുമ്പേ അറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് അല്ല, പക്ഷെ സോ എനിക്ക് ഓൺ എ ഡെയിലി ബേസിസ് ദ വേ ഐ കീപ് മൈസെൽഫ് ഹൈജീൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു നോർമൽസിയാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് കുറച്ചുകൂടെയും കൂടുതൽ ആവേണ്ടി വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബട്ട് ബാക്കിയുള്ളവരെ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാനും പിന്നെ അതാണ് അവിടെയാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ. എന്താണ്, ലൈക്ക് പുറത്തു പോകുമ്പോൾ ആൾക്കാർ ദൂരെ നിൽക്കില്ല, മാസ്ക് ഇടാണ്ടാണ്. ആദ്യത്തെ ഒരു 2 മാസമൊക്കെ ഇവിടുത്തെ പച്ചക്കറി കടയോ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ഡ്രൈവറിനെ പറഞ്ഞു വിട്ടു, അവന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അവന്റെ വൈഫ് എന്താണ് കുഞ്ഞുണ്ടായിട്ടേ ഉള്ളൂ, അപ്പൊ അതുകൊണ്ട് അവനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അവൻ ചെങ്കൽപ്പെട്ടിൽ എവിടെയായിരുന്നു. അപ്പൊ അവരും എന്ന് വെച്ചാൽ അവനെല്ലാം ഇവിടെ താമസിക്കുകയാണെങ്കിൽ അടുത്ത് ഇവിടെ ഒരു ഏരിയയിലാണ് താമസിക്കുന്നത്, അവിടുന്ന് വന്നു പോകുന്നതൊക്കെ റിസ്ക് ആണെന്ന് പറഞ്ഞ് നീ അവിടെ കുട്ടിയുടെ അടുത്ത് തന്നെ പോയിരുന്നോ എന്ന് പറഞ്ഞ് അങ്ങനെ അവനെ പറഞ്ഞു വിട്ടു. സോ പിന്നെ വേറൊരു ജീവിതമായിരുന്നു ഒരു 3-4 മാസം. അൺടിൽ മേ ബി കുറച്ച് വർക്ക് വരാൻ തുടങ്ങി, ഓൺലൈൻ കോൺസെർട്ട് എന്നുള്ള കോൺസെപ്റ്റ് പതുക്കെ ചൂടാവാൻ തുടങ്ങി. പക്ഷെ അപ്പോഴും നമ്മുടെ ടോട്ടൽ യൂഷ്വൽ ജീവിതത്തിൽ നിന്ന് ഭയങ്കര ഒരു മാറ്റമാണ്. സോ ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് തിങ്. നമ്മളെ എല്ലാരെയും കുറച്ചൊന്ന് അടങ്ങാൻ പഠിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഈ ഒരു ഇന്റർവ്യൂടെ എനിക്ക് വെക്കാനുള്ള കണ്ടീഷൻ എന്താ വെച്ചാൽ, ഞാൻ ചോദ്യം ചോദിക്കുന്നത് അധികം പാട്ടായിട്ട് പറഞ്ഞാൽ മതി, സംസാരിക്കേണ്ട നമുക്ക്. ഇല്ല, അതൊരു പാട്ട് എങ്ങനെ പാട്ടായിട്ട് പറയുന്നുള്ളതാണ്. അല്ലല്ല, ഞാൻ വെറുതെ പറഞ്ഞാണ് നമുക്ക്. പക്ഷെ പാട്ടുകൾ ഇടക്കിടക്ക് വരണം, എന്നാലേ ആൾക്കാർക്ക് ഒരു വിജയ് യേശുദാസിനെ കൊണ്ട് പാട്ട് പഠിച്ചില്ലേ പിന്നെ എന്തായാലും രസമുള്ളത്. ശരി. അപ്പൊ ഒരു പാട്ട് പാടിയിട്ട് എന്നിട്ട് ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എനിക്ക് ശ്രാവൺ ഗംഗ പാടിത്തരൂ. ഫസ്റ്റ് നേരെ ബാക്ക് ടു 2000-ലേക്കാണല്ലോ. ശ്രാവൺ ഗംഗേ സംഗീത ഗംഗേ, ശ്രാവൺ ഗംഗേ സംഗീത ഗംഗേ, താൻ സന്മൂളും ഭൈരവി പോലെ, മീരാപ്രഭുവിൻ ഭാസുരി പോലെ, താൻ സന്മൂളും ഭൈരവി പോലെ, മീരാപ്രഭുവിൻ ബാലരെ, ഗോദാവരിയും നീയും ഞാനും ഒന്നായി മെല്ലെ പെയ്തലിയുമ്പോൾ, മായേ നിന്റെ പ്രണാമം, തായേ നിന്റെ പ്രണാമം. ലിറിക്സ് ഒന്നും ഓർമ്മയില്ല അത്രയും. പക്ഷെ സാധാരണക്കാർക്ക് ഒരു കാരണവശാലും പാടാൻ പറ്റാത്ത പാട്ടാണ് അതൊക്കെ, അതുകൊണ്ടാണ് അവിടെ തന്നെ കേൾക്കാന്ന് വെച്ചത്. ഓർമ്മയുണ്ടോ? ഇതായിരുന്നു ഫസ്റ്റ് എന്റെ ഫസ്റ്റ് ആസ് എ പ്രൊഫഷണൽ സിംഗർ. ഞാൻ അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്ന് അതിന്റെ മുമ്പ് 1987 ഇടനാഴിയിലെ കാലസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ 1987 ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഒരു ചെറിയ ശ്ലോകം, അതായിരുന്നു തുടക്കം.
പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മെയിൽ വോയിസ് എന്നുള്ള തിരിച്ചു വരവ് എന്ന് പറയുന്നത് ആക്ച്വലി വിദ്യാസാഗർ സാറിന് തന്നെ ഞങ്ങളുടെ തരങ്ങിണിയുടെ തിരുവോണ കൈനീട്ടം എന്നുള്ള ആ ആൽബത്തിലാണ് ചന്ദ്രൻ വളയിട്ട് കൈകൊണ്ട് നീ എന്നുള്ള പാട്ട് തുടങ്ങിയാണ് ശരിക്കും പറയാം കൈൻഡ് ഓഫ് എൻട്രിങ് ബാക്ക് ഇൻ ദി ഇൻഡസ്ട്രി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഒരു പ്രോപ്പർ ഒരു പ്രോജക്റ്റ് ഒരു ഫിലിം എന്നുള്ള ഇതിൽ തുടങ്ങിയത് മില്ലേനിയം സ്റ്റാർസ് ആണ്. ജാനുവരി 1 തന്നെ തുടങ്ങിയില്ലേ ഫിലിം റിലീസ്? അങ്ങനെ വരുന്നില്ലേ? ജാനുവരി 1 ജാനുവരി 1 2000 എന്താ പറയാ അന്നാണ് പടം റിലീസ് ചെയ്യാ. മില്ലേനിയം സ്റ്റാർട്ട് ചെയ്യുന്നതായിരുന്നു മില്ലേനിയം സ്റ്റാർസ്. ഐ റിമെമ്പർ ദാറ്റ്. അതെ അതെ അതെ. എനിക്ക് ഫസ്റ്റ് ചോദിക്കാനുള്ളത് എല്ലാരെയും കൊണ്ടുപോയി പോയി കണ്ടതൊക്കെ ഞങ്ങളുടെ നാട്ടിലും ആ ഒരു സമയത്താണ് ദേവകി സിനിമാക്സ് എന്ന തിയേറ്റർ ഓപ്പൺ ചെയ്യണത്. മഞ്ചേരിയിലെ ഫസ്റ്റ് AC DTS തിയേറ്റർ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും ആദ്യമായി കണ്ട AC DTS മൂവി മില്ലേനിയം സ്റ്റാർസ് ആണ്. അങ്ങനെ ഒരു കണക്ഷനും കൂടെ അതിലുണ്ടാവും, മറക്കാൻ പറ്റില്ല. ഒരു കണക്ഷൻ ഉണ്ട് നമുക്ക്. വെരി ഗുഡ്. ഓക്കെ, എനിക്ക് പലപ്പോഴും ചോദിക്കുന്ന നേരിച്ചൊരു കാര്യമാണ്. ഇപ്പോൾ ആക്ടേഴ്സിന് നമുക്ക് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് അതിന് യെസും നോവും പറയാനുള്ള ഒരു ലിബർട്ടി ഉണ്ട്. പക്ഷെ സിംഗേഴ്സിന്റെ പ്രോസസ്സ് എങ്ങനെയാണ്? നിങ്ങൾക്ക് പ്രീവിയസ്ലി കേൾക്കാൻ പറ്റുമോ ഈ ട്യൂൺ, എന്നിട്ട് നിങ്ങൾക്ക് നോ പറയാനുള്ള ഒരു ചോയ്സ് അവിടെ കിട്ടാറുണ്ടോ? ഓൺലി വൺസ് എന്താ പറയാ ഈ ഒരു കാലഘട്ടത്തിൽ ഐ മീൻ മേ ബി ഒരു ഹാവ് ടു ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ കരിയറിൽ ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ എത്തുകയാണെങ്കിൽ മേ ബി അങ്ങനെ പറയാം. അതും പുതിയ ആൾക്കാരുടെ അടുത്തൊക്കെ അവരിങ്ങോട്ട് ചോദിക്കും സാർ പാട്ട് കേട്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നൊക്കെ അവര് ചോദിക്കും. പക്ഷെ അല്ലാത്ത മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ അടുത്തോ അല്ലെങ്കിൽ ഇപ്പൊ ഓൾറെഡി നമ്മളെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇപ്പൊ MJC ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അതേപോലെ ഇപ്പൊ ഇളയരാജ സാറോ റഹ്മാൻ സാറോ ഒക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അതുപോലെ അല്ലല്ലോ പുതിയ ആൾക്കാർ ചോദിക്കുമ്പോ. അപ്പൊ കഥ എന്നുള്ളത് ഈ പറഞ്ഞ പോലെ തുടക്കത്തിൽ നമ്മളിപ്പോ ഒരു നല്ലൊരു ഡയറക്ടർ നമ്മുടെ അടുത്ത് അഭിനയിക്കാൻ പറയുമ്പോൾ നമ്മൾ എന്തായാലും മിക്കവാറും ചെയ്യും. അതും നായകന്റെ വേഷമൊക്കെ അഭിനയിക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ചെയ്യും. പിന്നെ ആ ഡയറക്ടറിന്റെ ആ പടമാണ് ഹിറ്റ് ആക്കുന്നതെന്ന് വെച്ചാൽ മിക്കവാറും ആക്ടേഴ്സും അതുപോലെ തന്നെ. ഈ ഇടയ്ക്ക് ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അത് മമ്മൂക്കയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. ആൻഡ് അതിൽ മമ്മൂക്ക ഇങ്ങനെ പറയുന്നുണ്ട് ഈ ജോഷി സാറും അല്ലെങ്കിൽ ഇവർക്കൊക്കെ ആർക്കും എന്നെ ആവശ്യമില്ല, അപ്പൊ എനിക്കാണ് അവരെ ആവശ്യം, അവരാണ് അപ്പൊ മമ്മൂക്ക തന്നെ അങ്ങനെ പറയണമെങ്കിൽ എന്നുള്ളതാണ്. ഇപ്പൊ ആക്ടേഴ്സിന്റെ ഇത് അങ്ങനെയൊക്കെ തന്നെയാണ്. സ്ക്രിപ്റ്റ് പിന്നെ കേട്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പൊ കഴിഞ്ഞ ഒരു മേ ബി ഒരു 10-15 ഇയേഴ്സിലാണ് കൂടുതലും ഈവൻ ന്യൂ കമേഴ്സിലും അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു വിഷൻ ഉണ്ട് എന്താ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താ ചെയ്തുകൂടാത്തതെന്നൊക്കെ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടാത്തതെന്നൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ഇപ്പോഴാണ് കുറച്ച് മാറിയിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഒരു യൂഷ്വൽ വേ എന്ന് പറഞ്ഞാൽ ചാൻസ് കിട്ടിയാൽ പാടുക, ചാൻസ് കിട്ടിയാൽ അഭിനയിക്കുക എന്നുള്ള രീതിയാണല്ലോ. സോ മനസ്സിലാവും. ഇപ്പൊ ചില പാട്ടുകൾ സ്ലോ പോയ്സൺ എന്ന് പറയില്ല. ഇപ്പൊ ഈവൻ എ റഹ്മാന്റെ ചില പാട്ടുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേട്ടാണ് നമുക്കത് ഇഷ്ടമാവുക. സോ യു ആർ ദി പേഴ്സൺ ഫസ്റ്റ് തന്നെ അത് കേൾക്കാനുള്ള ഒരു പ്രിവിലേജ് ഉണ്ടാവുക. സോ യു വിൽ അണ്ടർസ്റ്റാൻഡ് ഈ സോങ് ഹിറ്റ് ആവും എന്നുള്ള കാര്യം. എപ്പോഴും പറ്റില്ല, എപ്പോഴും അങ്ങനെ നമുക്ക് ബാങ് ഓൺ നമുക്ക് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ വളരെ ഒരു പ്രൈം എക്സാമ്പിൾ ആണ് ഞാൻ രാജേഷ് മുരുകേശനെ എനിക്ക് അറിഞ്ഞൂടാ, അന്ന് ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നത്. അപ്പോ പാട്ട് കൊണ്ടുവന്ന് കേൾക്കുന്നൊന്നുമില്ല, അവിടെ സ്റ്റുഡിയോയിൽ ഇങ്ങനെ പാട്ട് റെക്കോർഡിങ് സെറ്റ് ചെയ്തു. അപ്പൊ അന്ന് ഞാൻ കൊച്ചിയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് ഞാൻ വരും. ആ ദിവസം തന്നെ ചിലപ്പോൾ 3 റെക്കോർഡിങ് സെറ്റ് ചെയ്യും. അപ്പൊ രാവിലെ ഒരു റെക്കോർഡിങ് കഴിഞ്ഞിട്ട് ഞാൻ സാധാരണ ചെയ്യുന്ന ചിലപ്പോൾ ചില ക്രിസ്ത്യൻ ഡിവോഷണൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഡിവോഷണൽ എന്തെങ്കിലും വരും. ഇപ്പൊ ഞാൻ ചെയ്യുന്ന വെച്ചാൽ ഐ വിൽ എന്താ പറയാ ആദ്യം ആ ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ പാടി കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള പാട്ടായിരിക്കും. അപ്പൊ ഒരു വാമപ്പ് ആവും വോയിസിന്. അത് സിമ്പിൾ ആയിട്ട് നമുക്ക് പാടാൻ പറ്റുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു നല്ല അപ്പൊ ഞാൻ 3 പാട്ടുകൾ അപ്പത്തേക്കൊക്കെ കേട്ട് കാണും. അപ്പൊ ഞാൻ അതിനെ കഴിഞ്ഞിട്ട് ഓക്കെ എന്നാ പിന്നെ ഈ പാട്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ അങ്ങനെ വളരെ സെക്കൻഡ് സോങ് ആണ്. പിന്നെ അത് കഴിഞ്ഞ് വേറൊരു സോങ് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊരു 3 പാട്ടുകളുടെ ഇടയ്ക്ക് നമ്മൾ ഇത് പാടുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും ഇത് ഒബ്വിയസ്ലി നല്ല പാട്ടാണെന്ന് നമുക്കറിയാം. പക്ഷെ അത് എത്രമാത്രം ഹിറ്റ് ആവും എന്നൊക്കെ നമ്മുടെ കയ്യിലേ അല്ലല്ലോ. അതൊക്കെ ഇറ്റ്സ് ഓൾ അബൌട്ട് പാക്കേജിങ്. എന്താണ് ആ ഫിലിമിൽ എവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആ ഫിലിമിൽ ഞാനിപ്പോ ഇത് പുത്തൻ കാലം ജനറേഷൻ കാലം എന്നുള്ള പാട്ടായിരുന്നു പാടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മറ്റേ പാട്ട് എന്താണ് വേറൊരു പാട്ടുണ്ടല്ലോ സൈക്കിളിൽ ഓടിച്ചു പോകുന്ന ഒരു പാട്ടുണ്ട് അങ്ങനെ. അപ്പൊ വിനീത് പാടിയ പാട്ടാന്ന് തോന്നുന്നു. അപ്പൊ ലൈക്ക് ഞാൻ ചിലപ്പോ അത് പാടിയിരുന്നെങ്കിൽ മേ ബി ഈ പാട്ട് ഹിറ്റ് ആയ പോലെ ചിലപ്പോ ഹിറ്റ് ആവില്ലായിരുന്നായിരിക്കാം ചിലപ്പം. ബട്ട് ആ പാട്ട് എല്ലാ പാട്ടുകളും ഹിറ്റായിരുന്നു, ആ പടം മൊത്തം ഹിറ്റായിരുന്നു. പക്ഷെ ഈ പാട്ടിന്റെ ഒരു പ്ലേസ്മെന്റും ആ പടത്തിലാണ് അത് ആദ്യമായിട്ട് ആൾക്കാർ കേൾക്കുന്നത്. ഓഡിയോയിലും പോലും അവർ റിലീസ് ചെയ്തിട്ടില്ലായിരുന്നു.
So that was maybe a marketing technique. അല്ലേ? So that was ട്രെയിലർ that പോലും maybe ഇല്ലാത്ത helped. പാടല്ലായിരുന്നു പ്രേമം. അതെ, ട്രെയിലർ പോലും ഇല്ലാത്ത exactly. പാടല്ലായിരുന്നു പ്രേമം. അതാണ് എക്സാക്ട്ലി. അപ്പൊ അതൊക്കെ ഒരു അൽഫോൺസിന്റെ ഒരു ബ്രെയിൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. റീമിക്സസ് ഇപ്പൊ മലയാളത്തിൽ അധികം വരുന്നില്ല. ബട്ട് വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ റീമിക്സസ്? എന്താണ് അഭിപ്രായം? അതേപോലെ തന്നെ അപ്പയുടെ ഏതെങ്കിലും സോങ്സ് റീമിക്സ് ചെയ്യാൻ വേണ്ടിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്താവും റിയാക്ഷൻ? വന്നിട്ടുണ്ട്. ലൈക്ക് ഇഫ് യു ലുക്ക് അറ്റ് ഒരു മധുരക്കിനാവ്, പിന്നെ അത് കഴിഞ്ഞിട്ട് മധുരക്കിനാവിന്റെ ഒരു മധുരക്കിനാവ്, പിന്നെ എന്താ പറയാ പൂമുഖവാതിൽക്കൽ, അല്ലിയാമ്പലിലാണ് തുടങ്ങിയത്. അത് അല്ലിയാമ്പൽ തുടങ്ങി, അത് അതെല്ലാം ഒരു ഡീസന്റ് റീമിക്സസ് ആണ്. ഞാനിപ്പോ പറയുന്നത് അത് ഇപ്പൊ എന്താണ് മറ്റേ പാട്ടുണ്ടല്ലോ, എന്താണ് ലാലേട്ടന്റെ ഒരു പാട്ടുണ്ടല്ലോ, എന്താണ് പഴയ ഒരു പാട്ട് റീമിക്സ് ചെയ്ത്. ഐ തിങ്ക് എന്ത് പാടാണത്? വാസ്കോഡ് ഗാമ, അങ്ങനെ ഏതൊരു പാട്ടില്ല, എന്താണ് ചോട്ടാ മുംബൈ. ചോട്ടാ മുംബൈയില് വേറെ ചെട്ടിക്കുളങ്ങര. ചെട്ടിക്കുളങ്ങര. അപ്പൊ അത് എന്തായാലും എങ്ങനത്തെ പാട്ടിലായാലും അത് ടേസ്റ്റ്ഫുൾ ആയിട്ട് ചെയ്താൽ ആൾക്കാർ അത് സ്വീകരിക്കും, ചിലപ്പോ സ്വീകരിക്കില്ല. വി ഡോണ്ട് നോ ഫോർ ഷുവർ. സോ അതൊക്കെ ഓരോരോ ട്രെൻഡിനനുസരിച്ച് ഇപ്പൊ എല്ലാം കവർ വേർഷൻസ് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഇപ്പൊ എല്ലാരും കവേഴ്സ് ചെയ്യുന്നതാണ് ഇപ്പൊ ട്രെൻഡ്. അപ്പൊ അത് ഐ ഡോണ്ട് ലൈക്ക് ടു ഗോ വിത്ത് ഫ്ലോ ഓഫ്, എന്താ പറയാ, ഇപ്പൊ റീമിക്സ് ആണ് ഒരു കാലത്ത് റീമിക്സ്. ഞാൻ അല്ലിയാമ്പലും പൂമുഖവാതിൽക്കലും ഒരു മധുരക്കിനാവ് പാടിക്കഴിഞ്ഞ് പിന്നെയും ഐ തിങ്ക് ഏതോ ഇളം മഞ്ഞിന് ഏതോ ഒരു പാട്ട് കൂടി പാടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നിർത്തി. ഞാൻ പറഞ്ഞു ഇനിയിപ്പോ റീമിക്സ് ഒന്നും ചെയ്യണില്ല. കുറെ 2-3 വേറെ ടേൺ ഡൗൺ ചെയ്തു. അതൊരു ഇൻഡസ്ട്രിയിൽ ഒരു 12 years ഒക്കെ ആയി കഴിഞ്ഞിട്ടാണ്. സോ ഇപ്പോ കവേഴ്സ് ഒക്കെ ചെയ്യാൻ എന്തുകൊണ്ട് അപ്പയുടെ ഈ കവർ ചെയ്തോടാ, ആ കവർ ചെയ്തോടാ എന്നൊക്കെ കുറെ പേര് സജസ്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ കവേഴ്സ് ഞാൻ എന്റെ പാട്ട് തന്നെ കവേഴ്സ് ചെയ്താലോ എന്ന് ഇങ്ങനെ ആലോചിക്കാം. ഇപ്പൊ എന്റെ യൂട്യൂബ് ചാനലിൽ ഇപ്പൊ ഓണത്തിന് ആ പാട്ട് റിലീസ് ചെയ്ത ഒരു ഫ്രഷ് സോങ് ആണ്. അതിന്റെ കൂടെ തന്നെ ഇപ്പൊ അടുത്ത എന്തെങ്കിലും വീഡിയോ ഉടനെ ഇറക്കണം എന്നുള്ള, എനിക്ക് അങ്ങനെ ഉടനെ തന്നെ അടുത്ത വീഡിയോ ഇറക്കണം, അല്ലെങ്കിൽ ലൈക്സ് കുറയും, അല്ലെങ്കിൽ ഫോളോവേഴ്സ് കുറയും, അല്ലെങ്കിൽ അതിന്റെ whatever മോണിറ്റൈസേഷൻ എന്നുള്ള കാര്യങ്ങള് എനിക്ക് ഇതൊന്നും ചിന്തിക്കാൻ ഐ ഡോണ്ട് ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് മൈൻഡ്. യൂട്യൂബിലേക്ക് ഞാൻ അങ്ങനെ ഇറക്കാൻ വേണ്ടി ചെയ്തതല്ല. അത് ജസ്റ്റ് ഇനിഷ്യലി ആ ഒരു ഓണത്തിന് ഒരു യൂട്യൂബ് ചാനൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഇറക്കിയതാണ്. ബട്ട് എന്റെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് ടു ഗോ ലിറ്റിൽ മോർ ഗ്ലോബൽ ആൻഡ് എന്റെ ഓൺ കമ്പനിയുടെ ഇതിൽ തന്നെ എന്റെ ഓൺ മ്യൂസിക്കിൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇറക്കാൻ പറ്റുന്നത്, അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട അത്രയും നല്ലത്. ഓക്കെ, സംസാരം കൂടി നമുക്കൊരു പാട്ടും കൂടെ. എനിക്ക് ഈ പൊഴിയും സന്ധ്യകളും നടുവിൽ തൊട്ട് പാടാമോ? മറ്റേ പ്രണയിനിയുടെ ചുണ്ടുകൾ. പ്രണയിനിയുടെ ചുണ്ടുകൾ ചുംബനം കൊതിക്കവേ ചന്ദ്രലേഖമുകിലിനോടെന്തു ചൊല്ലറിയുമോ? പൂനിലാവിൻ മണിയറ സഖികളായി താരവൃന്ദമാകവേ പറന്നുയർന്ന ലഹരി മറക്കുമോ? ലഹരി മറക്കുമോ? ഇവിടെ ഞാൻ മാത്രമായി പുഴയും സന്ധ്യകളും നീലമിഴിതളുകളും ഓർമ്മകളിൽ പീലി നീർത്തി ഓടിയെത്തുമ്പോ പ്രണയിനി നിൻ സ്മൃതികൾ. നമുക്ക് സംസാരിക്കാൻ പാട്ട് കണ്ടിന്യൂ ചെയ്തോളൂ. എനിക്ക് സംസാരിക്കാൻ വളരെ ഇഷ്ടമാണ്. ഓക്കെ ഓക്കെ ചോദിക്കാൻ ഞാൻ എന്തായാലും, ഇപ്പൊ ചില സോങ്സ് ഇറങ്ങി കഴിയുമ്പോഴാണ് നമുക്കൊക്കെ മനസ്സിലാവും അത് റിപ്പ് ഓഫ് ആണ്, കോപ്പി ആണ് എന്നുള്ളതൊക്കെ. എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു ഓക്വേർഡ് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ദാറ്റ് യു ഗോട്ട് ടു നോ ദാറ്റ് ഇറ്റ്സ് എ റിപ്പ് ഓഫ് സോങ് ബട്ട് സ്റ്റിൽ ബീയിങ് എ പ്രൊഫഷണൽ അത് പാടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് എപ്പോഴെങ്കിലും? പേര് പറയണ്ട, ബട്ട് പറ്റിയല്ല. ഞാൻ അത് എവിടെയെങ്കിലൊക്കെ ഒരു സിമിലാരിറ്റി ഉണ്ടാവും,
ആൻഡ് എന്തൊക്കെ പറഞ്ഞാലും ഒരു പരിധി വിട്ടു പോകുമ്പോഴത്തേക്കും ഇത്രയൊക്കെ നോട്ട്സേ ഉള്ളൂ മ്യൂസിക്കില്. അങ്ങനെയൊക്കെ നമുക്ക് തന്നെ ഇപ്പൊ ഞാൻ തന്നെ ഒരു ട്യൂൺ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും ഒരു അപ്പൊ അതുകൊണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ അടുത്ത് ആണ് നമുക്ക് ഒരിക്കലും അങ്ങനത്തെ കണ്ടുപിടിക്കാനേ പറ്റാത്തത്. എന്ന് വെച്ചാൽ അവർക്ക് ഇൻസ്പിറേഷണൽ കൊണ്ട് അവർ ചിലപ്പോ ചില പാട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫീലില് അങ്ങനെ എന്തെങ്കിലും വരും എന്നല്ലാണ്ട് നമുക്ക് ഒരിക്കലും ഇങ്ങനെ ബാങ് ഓൺ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പോ ബാംഗ്ലൂർ ഡേയ്സിൽ എന്താണ് മറ്റേ ബാംഗ്ലൂർ ഡേയ്സ് ബാംഗ്ലൂർ സമ്മർ ഓഫ് 69 അതാണ്. പക്ഷെ ദാറ്റ് വാസ് വേണമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തതാണ്. സോ ആ ഒരു ഫീൽ കിട്ടാനോ അല്ലെങ്കിൽ ആ ഒരു മെമ്മറി കൊണ്ടുവരാൻ മേ ബി ചെയ്തതായിരിക്കും. ഐ ഡോണ്ട് തിങ്ക് ആരും അറിയാണ്ട് ഇത് ചെയ്യണം എന്നുള്ള ചിന്തയിലാണ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ബട്ട് അതുപോലെ പക്ഷെ വേറെ ആൾക്കാർ അങ്ങനെ എത്രയോ ഐ തിങ്ക് തുടക്കകാലത്തിലൊക്കെ അങ്ങനെ കുറെ അന്ന് ഹിറ്റ് ആയ പാട്ടാണോ അതിന്റെയൊക്കെ ഫ്ലേവറിലൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് പാടിപ്പിക്കാനൊക്കെ നോക്കും. അപ്പൊ നമ്മള് അന്ന് പിന്നെ പാടും, കുറച്ച് പൈസ എത്ര കിട്ടുന്ന വെച്ചാൽ അത് മേടിച്ചിട്ട് പോകും. അന്നത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നു. പിന്നെ നൗ വി ക്യാൻ ചൂസ്. നൗ കേൾക്കുമ്പോ തന്നെ ഇപ്പൊ ഇന്നത്തെ ഇങ്ങനത്തെ ഒരു കോവിഡ് കാലത്ത് നമുക്ക് കിട്ടുന്നത് എങ്ങനെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ച് എന്താണ് നമ്മൾ ഇപ്പോഴും അതേ സ്ഥിതിയിൽ തന്നെയാണ് പിന്നെയും പോകുന്നത്. അതിനെ അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ട് കോവിഡ് കാലം അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് പൈസ കുറയ്ക്കുന്നവരും ഉണ്ട്. സോ ഞാൻ പറയുന്നത് കോവിഡ് കാലം ഇപ്പോ കഴിഞ്ഞ അതിന് മുമ്പത്തെ കാലത്ത് പ്രളയമായിരുന്നു, അല്ലെങ്കിൽ അതിനു മുമ്പത്തെ ഫസ്റ്റ് പ്രളയമായിരുന്നു. ഇനിയിപ്പോ അടുത്തത് എന്താണെന്നുള്ളതാണ്. അതിലപ്പോഴും പറയൂ. അല്ല അതിപ്പോ അതാണ് ഞാൻ പറയാൻ വന്നത്. ആക്ച്വലി സിംഗേഴ്സിന്റെയും പിന്നെ ലിറിസിസ്റ്റും അല്ലെങ്കിൽ അങ്ങനത്തെ ഞങ്ങളാണ് ബോട്ടം ഡ്വെല്ലേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ നമ്മളിപ്പോ പാട്ട് ഹിറ്റായി, ഇപ്പൊ മലയാളത്തിലൊരു സിംഗറായിട്ട് ആണെങ്കിൽ പാട്ട് ഹിറ്റായാലും നമുക്കൊരു പ്രോഗ്രാമിന് നമ്മളെ വിളിക്കുമ്പോഴത്തേക്കും എത്രമാത്രം നമ്മൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. പക്ഷെ ആ പാട്ട് അത്രയും ഹിറ്റാകുമ്പോഴത്തേക്കും ആ കമ്പനിയും അല്ലെങ്കിൽ അതിന്റെ പ്രൊഡ്യൂസറൊക്കെ കുറെ പൈസ ഉണ്ടാക്കുന്നുണ്ടോ. പക്ഷെ അതിൽ നിന്ന് അത്രയും ഹിറ്റ് ആയതിന് നമ്മുടെ ഒരു പെർസെന്റേജ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻപുട്ട് അതിൽ വരുന്നതിന് നമുക്ക് തിരിച്ച് വേറെ ഒരു അമൗണ്ടും തരുന്നില്ല നമുക്ക്. നമുക്ക് ഈ പറഞ്ഞ പോലെ അവരുടെ ഇതെന്താ വെച്ചാല് അവരുടെ ആർഗ്യുമെന്റ് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇത് കാരണം കുറെ പ്രോഗ്രാംസ് കിട്ടുന്നുണ്ട്. അങ്ങനെ പക്ഷെ അങ്ങനെ എത്ര മാത്രം കിട്ടുന്നു എന്നുള്ളതാണ്. അത് വെച്ചിട്ട് നമ്മൾക്കൊരു പോപ്പുലാരിറ്റി കൂടുന്നുണ്ടെന്നുള്ളത് ശരിയായിരിക്കാം. പക്ഷെ ആ പോപ്പുലാരിറ്റിനെ പിന്നെ യൂട്ടിലൈസ് ചെയ്യാനാണ് പിന്നെ ബാക്കി രീതികളൊക്കെ എന്താണ് അവാർഡ് ഫംഗ്ഷൻ അതാണ്. അപ്പോ ഇറ്റ്സ് ബ്രാൻഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ ഇഫ് യു ഡോണ്ട് മേക്ക് വെൻ ദ സൺ ഷൈൻസ് എന്ന് പറയുന്ന പോലെ അല്ല, പിന്നെ നമ്മളുടെ ഒരു കാലം കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇവരാരും തിരിഞ്ഞു നോക്കൂല. ഈ സോനു നിഗം ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ടായി ബോളിവുഡിലെ ഈ മ്യൂസിക് ലോബി മാഫിയ ഒക്കെ. എനിക്ക് തോന്നുന്നു സൗത്തിൽ അത്രയില്ല, പക്ഷെ കുറച്ച് ക്ലാരിറ്റി തരാമോ എന്താണ് ശരിക്കും നടക്കുന്നത് ഈ മ്യൂസിക് ലെവൽസിന്റെ ഇടയിലും സിംഗേഴ്സിന്റെ ഇടയിലും നടക്കുന്ന ഈ ക്ലാഷ്? ഇവിടെ അത്രയും ക്ലാഷ് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവിടെ സോനുജി ലൈക്ക് സച്ച് എ റെസ്പെക്റ്റഡ് ആൻഡ് എത്രയോ ഹിറ്റ്സ് പാടി കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരാളാണ്. ഐ ഡോണ്ട് തിങ്ക് പുള്ളിയുടെ സൈഡിൽ നിന്ന് അവര് തമ്മിലുള്ള പേഴ്സണൽ ക്ലാഷസ് ആണ് അതൊക്കെ. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് എ ജനറലൈസ്ഡ് തിങ് ദാറ്റ് ഹാപ്പൻസ് ഇൻ ദി ഇൻഡസ്ട്രി. ഇപ്പൊ എനിക്കിപ്പോ സത്യം ഓഡിയോസിനെ പ്രേമിനെ അറിയാം, അല്ലെങ്കിൽ അങ്ങനത്തെ എനിക്ക് കുറെ പേരെ അറിയാം. നമ്മൾക്ക് തരംഗിണി എന്നുള്ള നമുക്ക് ലേബിൾ ഉണ്ട്, പക്ഷെ നമ്മളത് ത്രൈവ് ചെയ്യാത്തത് ബിക്കോസ് വി നോട്ട് ഗോട്ടൻ ഇൻ ടു സിനിമ ആസ് മച്ച്. അന്നത്തെ കാലത്ത് സിനിമ ഉണ്ടായിരുന്നു, അതേ സമയത്ത് എന്താ പറയാ ഓൾ കൈൻഡ്സ് ഓഫ് ജോൺറേഴ്സിൽ നമ്മുടെ റിലീസസ് ഉണ്ടായിരുന്നു. ആൻഡ് അത് തന്നെയാണ് ഇപ്പോഴും വസന്തഗീതങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ എത്രയോ കാര്യങ്ങളാണ് ഇപ്പോഴും ഹോട്ട് സെല്ലിംഗ് ആയിട്ട് ഇരിക്കുന്നത് തരംഗിണിക്ക്. ബട്ട് അതേപോലെ തന്നെ നമ്മള് വി ഷുഡ് ട്രൈ ടു കം ഇൻ ടു ടുഡേസ് ടൈപ്പ് ഓഫ് ഒരു ട്രെൻഡിനെക്കാട്ടിലും ഇന്നത്തെ രീതിയിലുള്ള സെല്ലിംഗ് ആൻഡ് അതില് മറ്റവരൊക്കെ സിനിമയ്ക്കും അതുപോലെ അങ്ങനത്തെ ഇതിലേക്ക് വന്നതുകൊണ്ട് ദേ ഹാവ് മോർ പവർ ടു ദാറ്റ്. നമ്മള് അതിലും ഈ പറഞ്ഞ പോലെ വലിയ കമ്പനീസ് ആണ് അവിടെയും ത്രൈവ് ചെയ്യുന്നത്, ബിക്കോസ് ദേ ബൈ ഔട്ട് എന്നാണ്, അല്ലെങ്കിൽ ദേ ജസ്റ്റ് സ്വോളോ എന്ന് പറയുന്ന പോലെ. ആൻഡ് അത് മ്യൂസിക് ഡയറക്ടേഴ്സ് ആയാലും ഇപ്പൊ പ്രൊഡ്യൂസേഴ്സ് ആയാലും അവർക്ക് എന്താ വെച്ചാൽ അപ്പൊ ആ പ്രോഡക്റ്റിന് പൈസ കിട്ടണം. ഐ തിങ്ക് ഇറ്റ്സ് കൈൻഡ് ഓഫ് സ്പോയിലിംഗ് ദ ഹോൾ മ്യൂസിക് സൈഡ് ഓഫ് ദ തിങ്. എന്ന് വെച്ചാൽ മ്യൂസിക് സൈഡിൽ അത് കാരണം എന്താ വെച്ചാൽ യു ജസ്റ്റ് റൈറ്റിംഗ് ഓഫ് യുവർ റൈറ്റ്സ് ഇമീഡിയറ്റ്ലി. അതിന്റെ റോയൽറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ സിംഗറിനല്ല, അറ്റ്ലീസ്റ്റ് ആ മ്യൂസിക് ഡയറക്ടറിന് ആ ലിറിസിസ്റ്റിനൊക്കെ ജീവിതകാലം അത്രയും വലിയ ഹിറ്റ്സ് ആയിട്ടുള്ള പാട്ടിൽ ഇപ്പൊ മലരയുടെ ഒക്കെ
മലരയുടെ ഒക്കെ റിംഗ് ടോൺസും അല്ലെങ്കിൽ മലരയുടെ ഒക്കെ കോളർ ട്യൂൺസും വെച്ചിട്ട് തന്നെ ആ മ്യൂസിക് ഡയറക്ടറും ലിറിസിസ്റ്റും ശരിക്കും കറക്റ്റ് ആയിട്ട് റോയൽറ്റി പോകുന്നുണ്ടെങ്കിൽ ദേ ഷുഡ് ബി ഏബിൾ ടു ഹാവ് ഡീസെന്റ് ഇൻകം ഫ്രം ജസ്റ്റ് ദാറ്റ് വൺ സോങ്. അപ്പൊ അതുപോലെ എത്ര പാട്ടിൽ ചെയ്തിട്ടുള്ള MJCയോ അല്ലെങ്കിൽ ദീപക് ദേവോ അല്ലെങ്കിൽ ഗോപി സുന്ദറൊക്കെ എത്രയോ സൂപ്പർ ഹിറ്റ് സോങ്സ് ഉണ്ട്. മാംഗല്യമായാലും ഇപ്പൊ അപ്പൊ അതിനൊക്കെ അവർക്ക് എന്തുമാത്രം തിരിച്ച് പിന്നെ കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. ഹൗ മച്ച് ആർ ദേ ടേക്കിംഗ്. ഇത് വൺ ടൈം ബൈ ആകുമ്പോഴത്തേക്ക് ഇത് മൊത്തം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിന്റെ കറക്റ്റ് ആയിട്ട് റോയൽറ്റി കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ കുറെ ഒക്കെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ എന്താ വെച്ചാൽ ഗവൺമെന്റ് അവിടെ ക്ലിയർ ആയിട്ട് ഒരു പിക്ചർ കൊടുത്തിട്ടില്ലെങ്കിലും സിംഗേഴ്സിനും അതിന്റെ ഒരു വേറെ ഒരു പങ്ക് കിട്ടേണ്ടതാണെന്നും പറഞ്ഞുകൊണ്ട് അപ്പൊ അവിടെയാണ് സോനുജിന്റെയും ഇവരുടെയൊക്കെ അവർ ആ വലിയ കമ്പനീസ് ഒക്കെ മാക്സിമം ട്രൈ ചെയ്യുന്നത് is to take that away അല്ലെങ്കിൽ not give that because അവർക്ക് ഫുൾ ചങ്ക് വേണം, അവർക്ക് എല്ലാ ചങ്ക് വേണം. നമ്മളെല്ലാരും അങ്ങനെ അത്രയും ഗ്രീഡി അല്ലായിരുന്നെങ്കിൽ എല്ലാവർക്കും സന്തോഷമായിട്ട് ജീവിക്കായിരുന്നു. കറക്റ്റ്. ഇപ്പൊ ഞങ്ങൾക്കൊക്കെ സഞ്ജു കണ്ടപ്പോഴാണ് ഒരു ഓവർ അച്ചീവർ പാരന്റ് ഉണ്ടാവുന്ന ഒരു മക്കളുടെ ഒരു വിഷമവും അവരനുഭവിക്കുന്ന കാര്യങ്ങളും ടെൻഷനും മനസ്സിലാവുന്നത്. സോ വാട്ട് വാസ് ഇറ്റ് ലൈക്ക്? സഞ്ജു കണ്ടിട്ടാണ് മനസ്സിലായത്. ഞങ്ങൾക്കൊക്കെ സഞ്ജു കണ്ടിട്ടാണ് മനസ്സിലായത്. ജീവിതം ബയോപിക്കാക്കപ്പെടലേ കാണാൻ പറ്റുള്ളൂ. പക്ഷെ വാട്ട് വാസ് ഇറ്റ് ലൈക്ക് ഫസ്റ്റ് സോങ് പാടിയപ്പോ അതും അപ്പയുടെ കൂടെ തന്നെയാണ് ഫസ്റ്റ് സോങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ദാറ്റ് പ്രഷർ, ഇങ്ങനെ ഒരു ലെജൻഡിന്റെ മകനാവുക, അതിന് മാച്ചപ്പ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഒരുപാട് ചിന്തകളും. പറഞ്ഞോളൂ. ജസ്റ്റ് എന്റെ ക്വസ്റ്റ്യൻ കേട്ട് ഓടിയോ? AC ഡയറക്റ്റ് ആയിട്ട് അടിച്ച് ഇങ്ങനെ തണുത്ത് വരച്ചോണ്ടിരിക്കുന്ന സമയത്ത് അതിനാണ് ഈ സാധനം ഇട്ടത്. നന്നായി. അപ്പോ എന്താ പറയാ, സോ എങ്ങനെയായിരുന്നു ആ ഒരു, ഇപ്പൊ നൗ ദാറ്റ് യു ഹാവ് സ്വന്തം ലേബൽ ഉണ്ട്, വിജയ് യേശുദാസ് ഇസ് എ ബ്രാൻഡ് നെയിം നൗ, ബട്ട് ഇനീഷ്യൽ സ്റ്റേജ് എങ്ങനെയായിരുന്നു? ദാറ്റ് കോൺസ്റ്റന്റ് കമ്പാരിസണും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ എവിടെയെങ്കിലും എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് സ്റ്റിൽ ദേർ. ഞാൻ ഇപ്പോ ഈ ഓണത്തിന് ഇറക്കിയ പാട്ടിനും പോലും 90-ലെ ദാസേട്ടന്റെ അതേ ശബ്ദം. സോ that's a compliment. That's okay. Yeah, see, you can take it however you want. I mean, compliment എന്നുള്ളതിനെ പറ്റി obviously it's a compliment, പക്ഷെ that comparison will always be there. അത് once I got used to it, then it didn't matter to me. ഞാനിപ്പോ പാടുന്നത് how did you get used to it? No, I think you just outgrow it. ഇപ്പൊ നമ്മള് ഒരാളുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മളൊരു ചെറിയ എന്താ പറയാ, how do you say it, നമ്മളിങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു രീതിയിൽ തന്നെ കേട്ടോണ്ടിരിക്കുന്ന ഒരു കാര്യം നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വിൽ ജസ്റ്റ് ബിക്കം നം ടു ദാറ്റ്. ഇറ്റ്സ് എ കോംപ്ലിമെന്റ് ആൻഡ് ഇറ്റ്സ് എന്താ പറയാ എൻകറേജിങ് ഒക്കെ ആണെങ്കിലും sometimes you just want people to understand that there are your efforts also in it എന്നുള്ളത്. അപ്പൊ ഇപ്പൊ when they ask, ഇപ്പൊ when I'm driving ഇപ്പൊ എന്റെ ഒരു ജാഗ്വാർ ഉണ്ട്, അത് ഞാൻ ഓടിച്ചു നടക്കുമ്പോഴത്തേക്കും ഇതൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് ദാസേട്ട മേടിച്ചു തന്നതായിരിക്കുമല്ലോ എന്നുള്ള ചിന്ത, അതൊക്കെ നമുക്ക് ഒരു പരിധി വിട്ടിട്ട് നമുക്ക് പിന്നെ അതിനെപ്പറ്റി ഒന്നും എന്താ പറയാ വിമർശിക്കാനോ അല്ലെങ്കിൽ അവരെ കൺവിൻസ് ചെയ്യാനൊന്നും പോകാനേ പറ്റൂല. അത് എത്രമാത്രം കഷ്ടപ്പെട്ട് ഒരു ലോൺ എടുത്ത് അതിന്റെ EMI അടച്ച് എങ്ങനെയൊക്കെയോ മുക്കിട്ട് ഇക്ഷ വരച്ച് EMI അടച്ചു എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ പിന്നെ എന്തിനാണെന്നുള്ള അത് പിന്നെ വേറൊരു കാര്യം. ലൈക്ക് ഇപ്പൊ അപ്പയ്ക്ക് അന്ന് ഞാനത് മേടിക്കാൻ പോകുമ്പോ അപ്പനെ ഷോറൂമിൽ കൊണ്ടുപോയി ആദ്യമായിട്ട് വണ്ടി കയറി സ്റ്റാർട്ട് ചെയ്യിപ്പിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ചെന്നപ്പോ തന്നെ പുള്ളിയുടെ ചിന്താഗതി എന്ന് വെച്ചാൽ പുള്ളി യങ് ആയിട്ടിരുന്നപ്പോ പുള്ളി മേടിച്ചു നല്ല കുറച്ച് 1-2 ഫാൻസി കാർ, അങ്ങനെയല്ല പക്ഷെ എന്നാലും മേടിച്ചു. അപ്പൊ ഈ ഒരു സമയത്ത് എനിക്ക് മേടിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നത് ഞാൻ മേടിച്ചപ്പോ പുള്ളി ഇങ്ങനെ ഇത്രയും ഒക്കെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കാറിലൊക്കെ മേടിക്കണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ശരി, ഓക്കെ, നിനക്ക് പറ്റുന്നതാണെങ്കിൽ ചെയ്തോ എന്നുള്ള രീതിയിലാണ്. അപ്പൊ പക്ഷെ ആൾക്കാർക്ക് അതൊന്നും അറിഞ്ഞൂടല്ലോ. നമ്മളത് ഓടിച്ചാൽ സെറ്റ മോനല്ലേ, എന്തായാലും മേടിച്ച് തരാലോ എന്ത് വേണമെങ്കിലും. അതെ. അപ്പൊ ആ പ്രിവിലേജ്ഡ് എന്നുള്ള ചിന്ത നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരു നോർമൽ ഇതൊക്കെയാണ്. ഇറ്റ്സ് വേസ്റ്റ് ഓഫ് ടൈം ഗോയിങ് ബിഹൈൻഡ് ദാറ്റ്, അല്ലെങ്കിൽ വേസ്റ്റ് ഓഫ് ടൈം ട്രൈങ് ടു കൺവിൻസ് പീപ്പിൾ അതർവൈസ്. സോ ഒരു പരിധി ഒരു ഫസ്റ്റ് 6-7 years ഒക്കെ ഭയങ്കരമായിട്ട് ഒരു പാട്ട് അല്ലെങ്കിൽ ഇൻഫാക്ട് നമ്മുടേതായിട്ടുള്ള ഒരു സക്സസ് വരുന്നതിന് മുമ്പാണ് ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേഷൻ. അത് ദാറ്റ് യു ഡോണ്ട് ഗെറ്റ് അപ്പൊ one bottom line of all this is there is no excuses. നമുക്ക് ഇതിലൊന്നും there is no excuses and there is no saying അത് കാരണം നമ്മൾ ഒരു വഴി തെറ്റി പോയിന്നോ, അല്ലെങ്കിൽ those are all just എന്താ പറയാ, those are all just things like when
if a certain thing happened, if in my life, in my personal life, അല്ലെങ്കിൽ if something happens, um, that that does not ruin what he made, what he made for Yeah. himself, what the struggle he went through. പുള്ളി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് പുള്ളിക്ക് മാത്രം സ്വന്തമാണ്. അത് എനിക്ക് കിട്ടിയത് ആ ശബ്ദത്തിന്റെ ഒരു അംശം മാത്രമേ ഉള്ളൂ. അത് വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഇസ് മൈ ലൈഫ്, അല്ലെങ്കിൽ ഇറ്റ്സ് മൈ ഡെസ്റ്റിനി, അല്ലെങ്കിൽ ഇറ്റ്സ് മൈ എന്താ പറയാ, മൈ ഫോക്കസ് ഇൻ മ്യൂസിക്, അല്ലെങ്കിൽ എന്തായാലും. That's why like എനിക്ക് ചെറുപ്പകാലത്തിൽ തന്നെ I wanted to go into acting also. But he said, he said that you focus in one thing and you become strong in that, and then you maybe diversify എന്നുള്ള പോലെ. I wish, because now I know for a fact that I could have done both simultaneously, actually. It could have made me, maybe even, it could have made me much more diverse. If I, എന്നുവെച്ചാൽ ഇപ്പൊ വയസ്സെന്നുള്ള ഒരു സംഭവം ഉണ്ട്. ഒരു ഹീറോ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തുടക്കം നമ്മൾ ആസ് ഏർലി വി സ്റ്റാർട്ട് ഇസ് ബെറ്റർ എന്ന് പറയുന്ന പോലെ, സിംഗേഴ്സിന് നേരെ ഓപ്പോസിറ്റ് ആണ്. സിംഗേഴ്സിന് ഇൻഫാക്ട് ആസ് വി ഗ്രോ ലിറ്റിൽ ഓൾഡർ, എസ്പെഷ്യലി ഫോർ മെയിൽ സിംഗേഴ്സ് ആൻഡ് ഓൾ ദാറ്റ്, I think as we grow and become more mature, voice in the texture and our maturity helps, at least in my and ഞങ്ങളുടെ kind of voice. So so that just differs between each people. പക്ഷെ ഞങ്ങളുടെ ടൈപ്പ് ഒരു ബാരറ്റോൺ അങ്ങനത്തെ ടൈപ്പ് വോയിസിന് അപ്പടേയും എന്റെയും ഒക്കെ കൂടുതൽ നമ്മളിങ്ങനെ കാലം അത് പോകുന്തോറും, ആൻഡ് ഓഫ് കോഴ്സ് യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ്, പോകുന്തോറും ഇറ്റ് ബിക്കംസ് മോർ ലൈക്ക് ഫൈൻ വൈൻ എന്നൊക്കെ പറയുന്നല്ലോ. ഞാനിപ്പോ എന്റെ അങ്ങനെ ആയെന്നല്ല ഞാൻ പറയണം, എന്റെ ഇപ്പൊ അങ്ങനെ ആയെന്നല്ല ഞാൻ പറയണം. പക്ഷെ but it's getting better as ഒരു എക്സ്പീരിയൻസും കൊണ്ടാണ്. And because people also eventually trust us with better songs, the main song in a film. ഇപ്പൊ ജോസഫിൽ ഒരു 3 പാട്ട് എനിക്ക് എന്നെ ഇൻട്രസ്റ്റ് ചെയ്ത് എനിക്ക് തന്നു, അല്ലെങ്കിൽ അതിൽ പിന്നെ കുറെ ഡൗട്ട്സും ഇതൊക്കെ ഉണ്ടെങ്കിലും at least it happens, and that success comes from it എന്നുള്ളതാണ്, for the film and for us as a singer also. അപ്പൊ ഒരു point after that success comes, I think then you don't think about all these things, because അതുവരെയാണ് നമുക്കൊരു ഡൗട്ട്. നമ്മളിപ്പോ ഇതിപ്പോ പുള്ളിയുടെ രീതിയിൽ അല്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇനിയിപ്പോ ചാൻസ് തരാണ്ടിരിക്കുവോ ആൾക്കാര്. അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യത്തെ ഇനീഷ്യൽ കാലങ്ങളൊക്കെ, അങ്ങനെ ആയിരുന്നു. മലയാളത്തിലൊക്കെ ഞാൻ 7 വർഷം കോലക്കുഴയിൽ വരുന്നവരെ എനിക്ക് ആകെ മലയാളം പാട്ട് തന്നുകൊണ്ടിരുന്ന രണ്ടേ രണ്ട് മ്യൂസിക് ഡയറക്ടേഴ്സ് ഉള്ളൂ. അത് ഔസേപ്പച്ചൻ സാറും ഇളയരാജ സാറും. അതും അവരുടെ ഒരു മിഴികൾക്ക് എന്ത് വെളിച്ചം എന്നുള്ള പാട്ട് ഫ്രം വിസ്മയത്തുമ്പത്ത്, അല്ലെങ്കിൽ രാജാ സാറിന്റെ ഒരു സത്യനന്ദിക്കാട് സാറുമായിട്ടുള്ള കോമ്പിനേഷനുള്ള മിക്കവാറും പടങ്ങളിൽ എനിക്ക് അറ്റ്ലീസ്റ്റ് എനിക്ക് അങ്ങനെ ഒരു നല്ലൊരു പാട്ട് എങ്ങനെങ്കിലും കിട്ടും. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, അങ്ങനെ നല്ല നല്ല പാട്ടുകൾ. ഒരു ചിരി കണ്ടാൽ, അതായിരുന്നു ആ സമയത്ത് നല്ല കുറച്ച് ഹിറ്റായ പാട്ട്. പക്ഷെ ഒരു ബ്രേക്ക് ത്രൂ അങ്ങനെ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നല്ല ഹിറ്റ് പാട്ടുകൾ വരുന്നുണ്ട്. അതായത് മിഴികൾക്ക് ഇന്ന് എന്ത് വിളിച്ചം എന്നുള്ള പാട്ട് ലാലേട്ടന് പാടുന്നതും, പിന്നെ ഒരു ചിരി കണ്ടാൽ എന്താണ് ജയറാം, ഐ തിങ്ക് ഒരു ചിരി കണ്ടാൽ ഐ തിങ്ക് പുതിയ ആള് എബിനോ അങ്ങനെ എന്ത്. അത് ഒരു കറക്റ്റ് പൊന്മുടിപ്പുഴ, സോറി. അല്ല, അതല്ലാണ്ട് പിന്നെ ജയറാമേട്ടന്റെ മറ്റേ വേറൊരു പടത്തിലും ഉണ്ടായിരുന്നു, രാജാ സാറിന്റെ. മനസ്സിനക്കരെ നയൻതാരയുടെ ഫസ്റ്റ് പടം അല്ലെ? അപ്പൊ അങ്ങനെ. പക്ഷെ അതിനു മുമ്പേ പക്ഷെ കുറച്ചുകൂടെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ആണ് തമിഴ് സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ യുവൻ ശങ്കർ രാജയുടെയും അല്ലെങ്കിൽ അങ്ങനത്തെ വേറെ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ ഒക്കെ കുറെ പാട്ടുകൾ പാടി, കാതൽ കൊണ്ടേൻ, ജയം എന്നുള്ള പടത്തിലൊക്കെ പാട്ടുകളൊക്കെ ഭയങ്കര ഹിറ്റായി. അത് 2003 തന്നെ 2004 ആയപ്പോ തന്നെ ഭയങ്കര ഹിറ്റായി ആ പാട്ടുകളൊക്കെ. അപ്പൊ എന്റെ തമിഴിലെ കരിയറിലും തെലുങ്കിലും കന്നഡത്തിലൊക്കെ ഞാൻ ആ ഒരു സമയമായപ്പോ തന്നെ പാടാൻ തുടങ്ങി. 2005 കന്നഡത്തിൽ പാടുന്നത്. പക്ഷെ തെലുങ്കൊക്കെ അതിനു മുമ്പ് തന്നെ കുറച്ചൊക്കെ പാടി അങ്ങനെ കുറച്ച് എസ്റ്റാബ്ലിഷ് ആയി തുടങ്ങി. ബട്ട് ഐ തിങ്ക് വിത്ത് സിംഗേഴ്സ് നമ്മൾ ഈ എങ്ങനെ അത് മാനേജ് ചെയ്യുന്നതിനെക്കാട്ടിലും അത് എങ്ങനെ ഒരു സഡൻ ആയിട്ട് ഒരു ക്ലിക്ക് ആവുന്നു എവിടെയെങ്കിലും ഒരു സംഭവം. ഇപ്പൊ തെലുങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷമായിട്ട് എനിക്കൊരു 2-3 നല്ല ഹിറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3-4 years ആയിട്ട്. അപ്പൊ ഇപ്പൊ ഞാൻ ആക്ച്വലി കഴിഞ്ഞ ഒരു വർഷത്തിൽ ഐ സാങ് ലോട്ട് മോർ തെലുഗു സോങ്സ് ഓൾസോ, തമിഴിനെക്കാട്ടിലും ചില ഇതില്. സോ ഇപ്പൊ ഒരു ക്രൂസ് കൺട്രോളാണ് തമിഴ് പോയിക്കൊണ്ടിരിക്കുന്നത്. മലയാളത്തിലും ഏകദേശം ഒരു ക്രൂസ് കൺട്രോളാണ്. പക്ഷെ യു കാൺ ഗോജ് എന്താണ് എവിടെയാണ് എപ്പോഴാണ് ഒരു പീക്ക് എന്നുള്ളത്. ലൈക്ക് I'm kind of again peaking in Telugu ഒരു കണക്കിന് lot of appreciation and lot of songs that are becoming hits. അപ്പൊ ഇതൊക്കെ നമ്മുടെ കയ്യിലല്ല ആക്ച്വലി പറയുകയാണെങ്കിൽ. ഇപ്പൊ നമുക്ക് പോയി ചോദിച്ച്
എനിക്കാണെങ്കിൽ അതും കൂടെ ഉണ്ട്. ഞാൻ ആ ഒരു സമയത്ത് എനിക്കാണെങ്കിൽ പോയി ചോദിച്ചു, ഇപ്പൊ രാജാ സാറിന്റെയും AR റഹ്മാൻ സാറിന്റെയും സ്റ്റുഡിയോയിൽ മാത്രമേ എനിക്ക് പോകാനുള്ള ഒരു ഫ്രീഡം മേ ബി ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ആ 2 സ്ഥലത്തെ ഞാൻ പോയി ഒരു ചാൻസിന് ചോദിച്ചിട്ടുള്ളൂ. വേറെ എവിടെയും എനിക്ക് അങ്ങനെ പോയി ഒരു ചാൻസ് ചോദിക്കാനുള്ള ഒരു ഓപ്പണിംഗ് കിട്ടിയിട്ടില്ലായിരുന്നു. അല്ലെങ്കിൽ അവർ തന്നെ ഒരുമാതിരി എന്താണ് ഒരുമാതിരി കാണാം, ഇത് ദാസേട്ടൻ മോൻ തന്നെ നമ്മളെ അടുത്ത് വന്ന ചാൻസിന് ചോദിക്കുന്ന പോലെ ആയിരുന്നു. ലൈക്ക് എനിക്ക് വേണമെന്നുണ്ട്, പോണമെന്നുണ്ട്, പക്ഷെ എന്നാ എന്തോ ഒരു റെസ്ട്രിക്ഷൻ പോലെ. ഐ തിങ്ക് ഈവൻ ഇപ്പോൾ സിനിമയിൽ ഇപ്പൊ ഞാൻ കയറി കഴിഞ്ഞിട്ടും ഒരു ഡയറക്ടർ അല്ലെങ്കിൽ അവിടെ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരുമായിട്ട് നമുക്ക് പരിചയമുണ്ട്. അപ്പോ അവരായിട്ട് ഇപ്പൊ ലൈക് ബ്ലസി സാർ എന്റെ പടത്തിന്റെ ഷൂട്ടിംഗ് പടയവീരൻ ഞാൻ തേനിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടെപ്പോഴത്തേക്കും ബ്ലസി സാർ സഡൻ ആയിട്ട് ലൊക്കേഷനിൽ വന്നു. അപ്പൊ പുള്ളി ഇങ്ങനെ പാസ് ചെയ്ത് എന്തോ ചെന്നൈയിലേക്ക് ഒന്ന് ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും പുള്ളി എന്താണ് ആരുടെ ഷൂട്ടിംഗ് ആണ് എന്തോ ചോദിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ ഞാനാണ് അവിടെ അഭിനയിക്കുന്നത് അല്ലെങ്കിൽ എന്റെ പടമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ പുള്ളി വന്ന് ഒരു ഹായ് ഒക്കെ പറഞ്ഞിട്ട് പോയി. അപ്പൊ അങ്ങനെ നമുക്ക് അവരുമായിട്ടൊക്കെ ക്ലോസ് ആയതുകൊണ്ട് അവരിങ്ങനെ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ പിന്നെ നമ്മൾ അവരുടെ അടുത്ത് പോയി ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും അവർ ചിന്തിക്കുക, അവര് നമ്മളുടെ അടുത്തൊക്കെ ഒരു നോ പറയാ, അല്ലെങ്കിൽ അങ്ങനെ മേ ബി അവർക്ക് ഒരു ഓക്വേർഡ് ആയിരിക്കുമോ, ഇതൊക്കെ കുറെ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പോകുന്ന ഒരു ഫ്ലോയില് വരുന്നത് വരട്ടെ എന്നുള്ള രീതിയിൽ. ഓക്കെ, നമ്മൾ കുറെ സംസാരിച്ചു. അപ്പൊ ഇനി ഒരു പാട്ട്, ഞങ്ങൾ ദുബായ്ക്കാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് സ്പിരിറ്റിലെ സോങ്സ്, മഴ കൊണ്ട് മാത്രം പാടാം. അതെന്താ അത് ദുബായ്ക്കാർക്ക് സ്പിരിറ്റിലെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടം? എനിക്ക് അറിഞ്ഞൂടാ, ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും, എല്ലാവരും എപ്പോഴും പാടുന്നതാണ് സത്യമായിട്ടും. രണ്ടും മരണമെത്തുന്നവരും. ഓക്കെ. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ, പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ. പ്രണയക്കല്ലോലങ്ങൾ കുതറുമിക്കരയിൽ നാം മണലിന്റെ ആർദ്രമാറിടത്തിൽ ഒരു മൗന ശില്പം മെനഞ്ഞു തീർത്തെന്തിനോ പിരിയുന്നു സാന്ധ്യ വിഷാദമായി, ഒരു സാഗരത്തിൻ മിടിപ്പുമായി. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ, പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ. ഓക്കെ, ഒരു ചെറിയൊരു ഓപ്ഷണൽ ചോയ്സസ് ക്വസ്റ്റ്യൻസ്. ഞാൻ 2 ഓപ്ഷൻ തരും, അതിലൊന്ന് പിക്ക് ചെയ്യണം. 5 ക്വസ്റ്റ്യൻസ്. ഓക്കെ. ഫസ്റ്റ് വൺ, മലരെ ഓർ പൂമത്തോളെ, ചൂസ് വൺ ഫേവറേറ്റ്. എടുക്കാൻ പറ്റില്ല. പൂമത്തോളെ. ഓക്കെ, ഗോപി സുന്ദർ, എം ജയചന്ദ്രൻ, ബെസ്റ്റ് വർക്കിംഗ് ഇക്വേഷൻ. ബെസ്റ്റ് വർക്കിംഗ് കെമിസ്ട്രി ഇക്വേഷൻ ആരായിട്ടാണ് കൂടുതൽ ആ ഒരു റാപ്പോ? രണ്ടും ഡിഫറെന്റ് ആണ്. ഐ മീൻ MJC ഇസ് എ ലിറ്റിൽ മോർ ഒരു ടാസ്ക് മാസ്റ്റർ ആണ്. ഗോപി വളരെ കൂളാണ്. ഇപ്പൊ ലൈക്ക് എന്താണ് ഇൻ എ വേ തമിഴില് ഇളയരാജ സാർ യുവൻ ശങ്കർ രാജ സാർ എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ഇളയരാജ സാർ AR റഹ്മാൻ സാർ എന്ന് പറയുന്ന പോലെ, ലൈക്ക് ഇളയരാജ സാർ കുറച്ചൊരു ടാസ്ക് മാസ്റ്റർ ആണ്. ആ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ പഠിച്ച് അങ്ങനെ തന്നെ പാടിയാൽ മതി എന്നാണ്. MJC കൈൻഡ് ഓഫ് അങ്ങനെയാണ്. ആൻഡ് ഗോപി ഈസ് എ ലിറ്റിൽ മോർ ചിൽ. സോ രണ്ടും ഡിഫറെന്റ് ആണ്. പക്ഷെ I'd say MJC as far as different type of songs that I've sung for him, melodies അങ്ങനെ നോക്കുമ്പോഴേക്കും MJC എന്ന് പറയാം. ഓക്കെ, പച്ചക്കിളികൾ ഫ്രം ഇന്ത്യൻ ഓർ നെഞ്ചെ നെഞ്ചെ ഫ്രം രക്ഷകൻ? അപ്പയുടെ നെഞ്ചെ നെഞ്ചെ എന്റെ ഫേവറേറ്റ് സോങ്. നെഞ്ചെ നെഞ്ചെ. രണ്ടുപേരും പാടിക്കോളുന്നൊക്കെ. നെഞ്ചെ നെഞ്ചെ മറந்து വീട് நினைவினை தொலைந்து விடு, நெஞ்சே நெஞ்சே கலைந்து விடு, விற்றுத்தான் ஓவியமா காதங்கள் ஓய்ந்து வா,
കണ്ണീരിൽ കാതൽ വാഴുമാ നെഞ്ചേ നെഞ്ചേ മറന്നു വിട്. ബ്യൂട്ടിഫുൾ സോങ് അല്ലേ? എനിക്ക് തോന്നുന്നു അത്രയും ഒരു വലിയ റീച്ചില്ല തോന്നുന്നു അത് ഭയങ്കര ഒരു മലയാളം ഹോൾ ആൽബം. മലയാളികൾക്കിടയിൽ ഇറ്റ്സ് നോട്ട്, പക്ഷെ തമിഴില് ഭയങ്കര അതിലെ എല്ലാ പാട്ടുകളും എന്താണ് തമിഴില് ഭയങ്കര ഹിറ്റാണ്. ഇൻഫാക്ട് എന്റെ ചില ഫ്രണ്ട്സ് ഒക്കെ സോണിയ സോണിയ കുറെ സോണിയ അതൊക്കെ അതെ. Okay, Harishankar or Sid Sriram, better future or your favorite? ഹരിശങ്കർ or Sid Sriram. രണ്ടും വേറെ ലാംഗ്വേജ് അല്ലേ കൂടുതലും. സിദ് ശ്രീറാം ഇപ്പൊ ആ ഒരു ഫ്ലോയില് മലയാളത്തിൽ പാടുന്നുണ്ട് No, but he is now in Malayalam also. മലയാളത്തിൽ എന്തായാലും ഹരിശങ്കർ ആയിരിക്കും, നോ ഡൗട്ട്. Okay, last question. Roja or Bombay, best album of A. Rahman according to you? റോജ. അതാണ് ഐ ഏറ്റവും ലവ് favorite album. പുതുവെള്ളൈ മഴ. പുതുവെള്ളൈ റഹ്മാൻ മഴ, സാറിന്റെ ആൽബത്തില് പാട്ടുകളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം പുതുവെള്ളൈ മഴ, കാതൽ റോജാവേ, and all that. But of course ബോംബെയില് ഉയരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ Yeah. അതും അങ്ങനെയും പറഞ്ഞിട്ടില്ല. But I am more of a Okay, നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായാലും പറഞ്ഞു ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഞാൻ 79 ജനിച്ച ഒരാളായതുകൊണ്ട് ഐ എം മോർ ഓഫ് രാജാ സാറിലാണ് വളർന്നു വന്ന ഒരാള്. സോ അതുകൊണ്ട് എ ആർ റഹ്മാൻ പുള്ളിയുടെ ഏർലി ഫസ്റ്റ് 5 to 10 years, ഇപ്പൊ യോധ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ. 70s ജനിച്ചോ 79 ജനിച്ചിരിക്കണം, അപ്പോൾ ഓൾമോസ്റ്റ് 80 ആണ്. വല്ലാണ്ട് പ്രായം കൂട്ടും. പ്രായത്തിന്റെ കാര്യമല്ല, പക്ഷെ 79 ആയതുകൊണ്ട് ആ 80s വന്ന രാജാ സാറിന്റെ എറയിലുള്ള ഗോൾഡൻ എറയിലുള്ള പാട്ടുകളൊക്കെയാണ് നമ്മൾ വളർന്നു വന്നത്. ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറയാൻ വന്നത് നമുക്ക് ഇവരെ കുറിച്ച് തന്നെ ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു. എ ആർ റഹ്മാനും ഇളയരാജയും ഇവരുടെ കൂടെ ഉള്ള ഒരു പ്രോസസ് പറയൂ. ഇപ്പൊ എ ആർ റഹ്മാൻ ഒരു സോങ്ങിനെ വിളിച്ചു, ഹൗ ഡസ് ഇറ്റ് ബിഗിൻ, ഹൗ ഡസ് ഇറ്റ് എൻഡ്? രണ്ടും നമുക്ക് അറിഞ്ഞൂടാ. രാത്രിയല്ലേ മുപ്പര് ഞാൻ പറഞ്ഞ കമ്പോസിഷനൊക്കെ? മിക്കവാറും കമ്പോസിഷൻ അല്ല, നമുക്ക് ഓബിയസ്ലി നമ്മളെ വിളിക്കുന്ന രാത്രി സമയത്ത് എപ്പോഴെങ്കിലും ആയിരിക്കും. നമ്മൾ ചെല്ലും, പാട്ട് ഇങ്ങനെ പുള്ളി പാടി വെച്ചിരിക്കുന്നത് ഒരു പുള്ളിയുടെ ഒരു ഇതില് വളരെ വേഗമായിരിക്കും. നമ്മളത് ഞാൻ മറ്റേ രാജാ സാറിന്റെ സ്കൂളിൽ കുറച്ച് നാളിങ്ങനെ തുടങ്ങിയതുകൊണ്ട് അതിലേക്കൊന്ന് സെറ്റ് ആവാൻ കുറച്ച് നാളെടുത്തു. രാജാ സാറിന്റെ അവിടെ എന്ന് വെച്ചാൽ 7 മണിക്ക് രാവിലെ ചെല്ലും. അവിടെ ഹാർമോണിയത്തിൽ പാട്ട് പഠിപ്പിച്ചു തരാൻ ഒരാളുണ്ടാവും. 1 മണിക്കൂർ ഇരുന്ന് പാട്ട് പഠിച്ചിട്ട് എന്നിട്ട് രാജാ സാർ അത് കേൾക്കും. എന്നിട്ട് അതിൽ എന്തെങ്കിലും കറക്ഷൻസ് പുള്ളി 5 മിനിറ്റിൽ കറക്ഷൻസ് എന്തെങ്കിലും പറഞ്ഞാൽ അത് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് പാടാൻ റെക്കോർഡിങ് പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും റെക്കോർഡിങ്. അപ്പോഴത്തേക്കും ട്യൂൺ നമ്മുടെ തലയിൽ ശരിക്കും ഇങ്ങനെ കയറിയൊക്കെ ഇരിക്കും എന്നുള്ളതാണ് ഇത്. കറക്റ്റ് ആണ്. പക്ഷെ റഹ്മാൻ സാറിന്റെ എങ്ങനെ വെച്ചാൽ കയറി ചെന്ന് പാട്ട് ലിറിക്സ് വരും, ലിറിക്സ് എഴുതി കഴിഞ്ഞാൽ പിന്നെ പാട്ട് കേൾക്കും. ഓക്കെ കം ലെറ്റ്സ് ഗോ ഇങ്ങനെയാണ്. അപ്പോ നമുക്ക് അവിടെ ചെന്നിട്ട് ഇത് ഇങ്ങനെയാണോ എന്നുള്ളൊരു ഡൗട്ടിലായിരിക്കും ചിലപ്പോ. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരു ഫ്ലോയില് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അപ്പൊ എല്ലാം എടുത്ത് വെക്കും. ചില സമയത്ത് ചിലപ്പോൾ റോ ആയിട്ട് പിന്നെ ഇപ്പൊ നമ്മൾ അതൊരു ടെക്നിക്കില് ചെയ്ത് നമ്മള് പാട്ടുകളൊക്കെ വേഗം പഠിക്കാൻ തുടങ്ങി. പക്ഷെ അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ ഞാനിപ്പോ ചില റെക്കോർഡിങ്സ് ഒക്കെ ഞാൻ ചെന്ന ഉടനെ പാട്ട് ചിലപ്പോൾ ഒരു 15-20 മിനിറ്റ്സിൽ പാട്ട് പഠിച്ച് അങ്ങനെ തന്നെ ചിലപ്പോൾ കയറും, സിമ്പിൾ ആണെങ്കിൽ. ഈവൻ ചില കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ഞാൻ പാട്ട് കേൾക്കാൻ ഇപ്പൊ വാട്സാപ്പ് ആയതുകൊണ്ട് എല്ലാവരും വാട്സാപ്പിൽ പാട്ട് നേരത്തെ അയക്കും. അപ്പൊ അത് ഞാൻ കേട്ടുകൊണ്ടായിരിക്കും ഞാൻ സ്റ്റുഡിയോയിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ അത്രയും നമുക്ക് ഒരു കേട്ടിട്ട് കൊള്ളാലോ നല്ലൊരു കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ നല്ലൊരു മെലഡി ആണല്ലോ എന്നൊക്കെ തോന്നുമ്പോൾ കുറച്ചുകൂടി അതിരുന്ന് കേട്ട് കുറച്ചുകൂടി നന്നായിട്ട് പഠിച്ചിട്ട് പോകും. അപ്പോ അപ്പൊ എസ്പെഷ്യലി പിന്നെ ഞാൻ പറഞ്ഞില്ല MJCയുടെ റെക്കോർഡിങ്ങിനൊക്കെ പുള്ളി പാട്ട് നേരത്തെ അയച്ചു തരും. അത് പഠിച്ചിട്ട് മര്യാദയ്ക്ക് പഠിച്ചിട്ട് വരണം എന്നൊക്കെ പറയും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വൺസ് വി ഗെറ്റ് ദെയർ നമ്മൾ നല്ലൊരു ഫ്ലോയില് പോയി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആശാൻ ഭയങ്കര കോമഡിയും അല്ലെങ്കിൽ എന്താ പറയാ ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ഒക്കെയാണ്. പക്ഷെ ആ ഒരു ഇതിൽ വരുമ്പോഴത്തേക്കും സ്ട്രിക്റ്റ് ആയിരിക്കണം. എനിക്ക് എപ്പോഴും ചീത്ത കിട്ടുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ 4 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4:05 4:06 ഞാൻ ഇവിടെ കയറി വരുന്ന പോലെ ഒരു 6 മിനിറ്റ് ലേറ്റ് ആയാലും പുള്ളി എന്നെ കൊന്ന് ശരിയാക്കും. അപ്പോ അത് പിന്നെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സോങ് ഏതായിരുന്നു റഹ്മാൻ സാറിന്റെ കൂടെ? കോംപ്ലിക്കേറ്റഡ് ആയി തോന്നിയ സോങ് ഏതായിരുന്നു റഹ്മാൻ സാറിന്റെ കൂടെ? റഹ്മാൻ സാറിന്റെ
ചിത്രേനയിലൊക്കെ ഈസി ആയിരുന്നു. ചിത്രേനീല വാസ് ഓക്കെ ബിക്കോസ് പുള്ളി തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഒരു ഹിന്ദി മറ്റേ ഇതില് എന്താണ് ജൂട്ടാ ജോൺ ഹി സഹി അബ്രാമിന്റെ എന്നുള്ള മൂവി ജോൺ ഇബ്രാഹിമിന്റെ ഷൂട്ടായ പടത്തില്. സഹീം, അപ്പൊ ഇംഗ്ലീഷ് അതില് സോങ് ആ അല്ലേ? പാട്ട് ഞാൻ ഇംഗ്ലീഷ് സോങ് ഇനീഷ്യലി ഞാൻ ഫസ്റ്റ് പാടിയത് പുള്ളിക്ക് പാടിയത് സഹാര എന്നുള്ള പാട്ടാണ്, ശിവാജിയില്. ശിവജിയും. അപ്പൊ അത് ഞാൻ പാടാൻ പോയപ്പോഴത്തേക്കും ഒരു 8 മണിക്കാ ചെന്നത്. ലിറിക്സ് ഒക്കെ എഴുതിയെടുത്തു. ഞാൻ ഓടിച്ചാടി ട്രിവാൻഡ്രത്ത് ഫ്ലൈറ്റ് ഒക്കെ പിടിച്ചാ വന്നത്. എന്നിട്ട് പക്ഷെ രാത്രി ഒരു 12 മണിക്കാണ് പിന്നെ പാടാൻ കയറുന്നത്. അപ്പൊ അത് കുറച്ച് സമയമൊക്കെ എടുത്തു. പക്ഷെ ഈ പാട്ട് ഞാന് ഒരു 12 മണി 1 മണിക്കൊക്കെ വന്ന് ലിറിക്സ് ഒക്കെ എഴുതി ഒരു 1:30ക്കൊക്കെ പാടാൻ തുടങ്ങി. അപ്പൊ ശ്രീനി ഏട്ടനും നമ്മുടെ സിംഗർ ശ്രീനി ഏട്ടനും എഞ്ചിനീയറുമാണ് പാടിപ്പിക്കുന്നത് അന്ന്. അപ്പോ ഇങ്ങനെ ഹമ്മിങ് ഉണ്ട്, അതിന്റെ തുടക്കത്തിലൊരു ഹമ്മിങ്. അപ്പൊ ഈ ഹമ്മിങ് തന്നെ ഇങ്ങനെ കുറെ നേരം നമ്മളിങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്തോ സെറ്റ് ആവുന്നില്ല, എന്തോ ശരിയാവുന്നില്ല. അവര് പറഞ്ഞു തരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ പാടുന്നത് അവർക്കും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. എന്തോ കുറെ നേരം ഒരു 1.5 മണിക്കൂർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. സഡൻ ആയിട്ട് ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന പ്ലേ ബാക്ക് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. അപ്പൊ ഇവിടെ ഈ മൈക്കിന്റെ ഇപ്പുറത്തെ ബൂത്തില് ഈ മൈക്കിന്റെ ഒരു മറയുണ്ട്, ഒരു മറ്റേ അക്കോസ്റ്റിക് ഒരു സാധനമുണ്ട്. ഇപ്പൊ ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാവരുടെയും വീട്ടിലുണ്ട് ആ സാധനം. അപ്പൊ അത് ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ ആരും ഇരിക്കുന്നത് കാണില്ല. ഞാനിങ്ങനെ മാറിയിട്ട് നോക്കിയപ്പോഴത്തേക്കും ഇതിങ്ങനെ ചുമ്മാ പ്ലേ ചെയ്തോണ്ടിരിക്കുന്നത് എന്താണെന്ന് നോക്കിയപ്പോഴത്തേക്കും റോമൻ സാർ ഇരിക്കുന്നത്. അപ്പൊ മറ്റേവർ രണ്ടുപേരും അയച്ചു. പുള്ളി ശ്രീനേട്ടൻ വേറെ എന്തോ താഴെ എന്തോ റെക്കോർഡ് ചെയ്യാന്നും പറഞ്ഞു ശ്രീനേട്ടനെ താഴേക്ക് അയച്ചു. രണ്ടുപേരും താഴേക്ക് അയച്ചു. എന്നിട്ട് പുള്ളി ഇങ്ങനെ പറഞ്ഞു, ഹേ മാൻ കം ഓൺ, why you taking so long to sing just a humming, come on let's go, let's sing എന്ന് പറഞ്ഞിട്ട് ലിറ്ററലി അപ്പത്തേക്ക് ഒരു 4 മണിയാ 4:30 എങ്ങാണ്ടായിരുന്നു. ഒരു 2 മണിക്കൂർ 1.5 മണിക്കൂർ അതിൽ തന്നെ പോയി. ഒരു 4 മണി തൊട്ട് 6:15 വരെ 2.5 മണിക്കൂറിൽ ഫുൾ സോങ് തീർത്തു ഞങ്ങൾ. അപ്പൊ പുള്ളി ഈവൻ MJCയുടെ റെക്കോർഡിങ്സിന് അങ്ങനെയാണ്. പുള്ളി ഇരുന്ന ഏകദേശം ഒരു ടൈമില് പാട്ട് ഫുൾ തീരും. ആൻഡ് പുള്ളിക്ക് ആവശ്യമുള്ളത് അങ്ങനെ തന്നെ എടുത്ത് പോകും. പുള്ളി ഇല്ലെങ്കിൽ നമ്മൾ അസിസ്റ്റന്റ് ആരാന്ന് വെച്ചാൽ അവരുടെ കൂടെ ഇരുന്ന് കുറെ പാടി കഴിഞ്ഞിട്ട് പിന്നെ ടയർഡാവും. പിന്നെ പുള്ളി വന്നിട്ട് കറക്ഷൻസ് പറയാൻ പിന്നെ ഒരു കുറെ സമയം എടുക്കുമ്പോഴത്തേക്കും വെറുതെ കുറെ നമ്മുടെ ഒരു എനർജി പോകും, നമ്മുടെ വോയിസ് സ്ട്രെയിൻ ആവും. അപ്പോ ഇവരെ ഉള്ളപ്പോ തന്നെ റെക്കോർഡ് ചെയ്യുന്നതാണ് നമുക്ക് എല്ലാവർക്കും താല്പര്യം. പക്ഷെ എപ്പോഴും അങ്ങനെ നടക്കാറില്ല. അപ്പൊ അതാണ് ആ പാട്ട് ഏറ്റവും ഡിഫിക്കൽട്ട് എന്ന് പറയില്ല, പക്ഷെ ഇറ്റ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് റെക്കോർഡിങ്സ്. വെളുപ്പിന് 6 മണിക്കാണ് പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്നത്. എന്താണ് ലൈക്ക് ലൈറ്റ് ഒക്കെ വന്നപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്, സൺറൈസ് വന്നപ്പോഴാണ്. ഓക്കെ, സോ നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് മലരെയും കൂടെ പാടിയിട്ട് നമുക്ക് നിർത്താൻ വിചാരിക്കണു. മലരെ പാടിയെന്നുള്ളൊരു പരാതി പറയണ്ട. മലരെയും കൂടെ പാടിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാൻ. മലരെ എല്ലാ സ്ഥലത്തും മലരെയാണോ അതോ പൂമുത്തോളയാണോ പാടേണ്ടത്? മലരേന്ദ്രല്ല, രണ്ടും പാടിക്കും. വല്ലപ്പോഴൊക്കെ കിട്ടുള്ളൂ, കിട്ടുമ്പോ മാക്സിമം. എന്നുയിരിൽ വിടരും പനിമലരേ. നൈസ് ഇംപ്രവൈസേഷൻ ഒക്കെ എന്റെ ഇടയിൽ കൂടെ കൊള്ളാം. ഓ അങ്ങനെ പൂപ്പത്തോളം കൂടെ പാടിയിട്ട് നിർത്താം നമുക്ക്. നിങ്ങളുടെ ഫ്രണ്ട്, നമ്മുടെ രണ്ടുപേരുടെയും ഒരു മ്യൂച്വൽ ഫ്രണ്ട് പ്രത്യേകിച്ച് ഒരു ഹായ് പറയാൻ പറഞ്ഞു, മിസ്റ്റർ മൂലൻ. വിജയ് മൂലൻ. നിങ്ങള് കൊച്ചി പോകുമ്പോ പിന്നെ ഫുള്ള് അവര് ആ ഗ്യാങ് ആണല്ലോ അല്ലെ, ശരത്ത് വിജയ് മൂലനൊക്കെ. അല്ല അങ്ങനെ വിജയ് പിന്നെ നമ്മളിപ്പം we have started എന്താ പറയാ business partners also, but yeah I mean ഇപ്പൊ shop is coming up soon. എന്താണ് ഈ ഒരു 15th കഴിഞ്ഞാൽ എനി ടൈം അതിന്റെ പതുക്കെ പ്രൊമോഷൻസ് ഒക്കെ തുടങ്ങും. So we're looking forward to that. കൊച്ചിക്കാർക്കും there will be something nice for all the men in Kochi. അടിപൊളി. So പൂമുത്തോളം വേണോ? പൂമുത്തോളം. ആരും കാണാമേട്ടിലേ തിങ്കൾ നെയ്യും കൂട്ടിലേ ഈണക്കുയിൽ പാടും പാട്ടിൻ താനാ
നാ, 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 രീ, 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 നാ, 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 രീ, 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 നാ. എന്നെന്നും നിന്റെ പുഞ്ചിരി പോകുന്ന പൊന്നോണപ്പൂറങ്ങ് പൂമുത്തോളെ നീരിഞ്ഞു കനവഴിയായി പെയ്തടി രാരീരാരം ഇടറല്ലേ മണിമുത്തേ കൺമണി മാനത്തൂറക്കാനിന്നോളം നാരീരാരം ഇടറല്ലേ ലിറിക്സ് മൊത്തം മറന്നു. ചില ചീത്തകൾക്കും സമയത്ത് സ്റ്റേറ്റ് അങ്ങനെ അവാർഡും ഫിലിംഫെയറും ഒക്കെ വാങ്ങിയ പാട്ടാണ്, അതിൽ ലിറിക്സ് ഓർമ്മയില്ലാന്ന്. കുഴപ്പമില്ല. ആവശ്യത്തിന് പാടി എന്നാണ് എല്ലാരെയും ബോധ്യപ്പെടുത്തിയ പാട്ടാണ്. അതൊന്നും കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ. യെസ്, ഓക്കെ, അപ്പൊ അപ്പോ താങ്ക് യു സോ മച്ച് നമ്മുടെ കൂടെ ഇത്രയും നേരം താങ്ക് സ്പെൻഡ് യു, ചെയ്തതിന്, താങ്ക് യു, താങ്ക് യു, ഇത്രയും താങ്ക് നല്ല യു. പാട്ടുകൾ പാടി തന്നതിന്, ഇത്രയും ഇൻസൈറ്റ് ഉള്ളിലുള്ള കുറെ കാര്യങ്ങൾ പുറത്ത് പറഞ്ഞതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ വീണ്ടും നമുക്ക് നേരിട്ട് കാണാൻ അവസരം ഉണ്ടാവട്ടെ എന്ന് നേരിട്ട് എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ച് കാണാം. നമുക്ക് ഗുഡ് ബൈ യെസ്, പറയാം. യെസ്, യെസ്. ഇൻഷാല്ലാ. ശരി, ശരി. ഓക്കെ, അപ്പൊ ടേക്ക് കെയർ, ബൈ. എല്ലാവർക്കും once again thank you, and Shaneem, thank you once again. Take care.